ഹലോ ആസ്പിരൻസ്, വെൽക്കം ടു സണ്ണി സീഡ്സ് പാഠശാല. സാഹിത്യ പുരസ്കാരങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഡിസ്കഷൻ ടോപ്പിക്. 2021 മുതൽ 2024 വരെയുള്ള സാഹിത്യ പുരസ്കാരങ്ങൾ നമുക്കൊന്ന് പഠിക്കാം. എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി കോഡ് ഉപയോഗിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് വെറുതെ കേൾക്കാനല്ല, ഇപ്പോൾ തന്നെ നമുക്ക് പഠിച്ചു മാറ്റിവെക്കാം. നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഈ കോഡുകളൊക്കെ കൃത്യമായിട്ട് എഴുതിയെടുക്കണം. അപ്പോൾ എക്സാം ഹാളിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്രദമായിട്ട് വരും. നമുക്ക് പഠിക്കാം, സമയം കളയേണ്ട. സാഹിത്യ പുരസ്കാരങ്ങൾ 2021 മുതൽ 2024 വരെയുള്ളത്. ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ക്ലാസ്സിലേക്ക് പോകാം. അതുപോലെ തന്നെ ഈ ക്ലാസ്സിൻ്റെ PDF ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ മെയിൽ ID തന്നേക്കാം. നിങ്ങൾ ആ മെയിലിൽ ഒരു റിക്വസ്റ്റ് ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ PDF മെയിൽ ചെയ്ത് തരാം. ഓക്കെ, നമ്മൾ ആദ്യം പഠിക്കുന്നത് എഴുത്തച്ഛൻ പുരസ്കാരമാണ്. എഴുത്തച്ഛൻ പുരസ്കാരത്തിനെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കാം. കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. അത് ആരംഭിക്കുന്നത് 1993-ലാണ്. 1993 മുതലാണ് എഴുത്തച്ഛൻ പുരസ്കാരങ്ങൾ നൽകി തുടങ്ങിയത്. തുക 5 ലക്ഷമാണ്. സമ്മാനത്തുക എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. അപ്പോൾ 1993 ആരംഭിക്കുന്നു. 5 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. ഇനി ആർക്കൊക്കെയാണ് കിട്ടിയത് നമുക്ക് നോക്കാം. നമുക്ക് 2020 മുതൽ ഒന്ന് പഠിച്ചു വയ്ക്കാം. 2020 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത് പോൾ സക്കറിയയ്ക്കാണ്. പോൾ സക്കറിയയ്ക്കാണ് 2020 ലഭിക്കുന്നത്. 2021 P. വത്സല. 2021 P. വത്സല. 2022 സേതുമാധവൻ. 2022 സേതുമാധവൻ. 2023 ഡോക്ടർ SK വസന്തൻ. അത് 31ാം പുരസ്കാരമാണ്. ഈ 2023 പുരസ്കാരം എന്ന് പറയുന്നത് 31ാമത്തെ പുരസ്കാരമാണ്. ആർക്കാണ് ലഭിക്കുന്നത്? ഡോക്ടർ SK വസന്തൻ. അപ്പോൾ ഓർഡറിൽ നമുക്കൊന്ന് പറയാം. 2020 പോൾ സക്കറിയ, 2021 P. വത്സല, 2022 സേതുമാധവൻ, 2023 ഡോക്ടർ SK വസന്തൻ. ഇത്രയും പേർക്കാണ് ഈ 2020 മുതൽ 2023 വരെയുള്ള എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത്. ഇനി ഇത് ഓർത്തിരിക്കാനുള്ള ഒരു ട്രിക്ക് നമുക്ക് നോക്കാം. എന്താണ് കോഡ് എന്ന് നമുക്കൊന്ന് നോക്കാം. കോഡ് ഇതാണ്: അച്ഛൻ്റെ പ്രിയപ്പെട്ട വിഭവം. ആ വിഭവത്തിൻ്റെ പേരാണ് വസന്ത സേതു വത്സലക്കറി. ആ കറിയാണ് അച്ഛന് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് ഓർത്തിരിക്കണം. അച്ഛൻ്റെ പ്രിയപ്പെട്ട വിഭവം ഏതാ? വസന്ത സേതു വത്സലക്കറി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എഴുത്തച്ഛൻ പുരസ്കാരം എങ്ങനെ ഡീകോഡ് ചെയ്തെടുക്കാം എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട വരികൾ ഏതാണ്? അച്ഛൻ്റെ പ്രിയപ്പെട്ട വിഭവം, അതിൻ്റെ പേര് ഓർത്തിരിക്കണം, വസന്ത സേതു വത്സലക്കറി. ഇതിൽ നിന്ന് എഴുത്തച്ഛൻ പുരസ്കാരം എങ്ങനെ ഡീകോഡ് ചെയ്യാമെന്ന് നോക്കാം. അച്ഛൻ്റെ എന്ന് പറയുമ്പോൾ അതിൽ എഴുത്തച്ഛൻ്റെ ആണ് ഓർത്തിരിക്കണം. എഴുത്തച്ഛൻ്റെ എന്ന് പറയാനായിട്ടാണ്, എഴുത്തച്ഛൻ എന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ അച്ഛൻ എന്ന വാക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അച്ഛൻ്റെ പ്രിയപ്പെട്ട വിഭവം എന്നുള്ളതിൽ നിന്ന് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഇത് എഴുത്തച്ഛൻ പുരസ്കാരത്തിനെ കുറിച്ചാണ് പറയുന്നതെന്നാണ്. ഇനി വസന്ത സേതു വത്സലക്കറി നോക്കിയേ, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഓർഡറിലാണ് 2023, 22, 21, 20 ആ ഓർഡറിലാണ് ഈ കോഡുള്ളത്. വസന്തൻ ഡോക്ടർ SK വസന്തനാണ്. വസന്തയിൽ നിന്ന് നിങ്ങൾ ഓർക്കേണ്ടത്. സേതുമാധവൻ. വത്സല P. വത്സല. കറി പോൾ സക്കറിയ. അതാണ് ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ വസന്ത സേതു വത്സല കറി, ഡോക്ടർ SK വസന്തൻ, സേതുമാധവൻ, P. വത്സല, പോൾ സക്കറിയ. ഇവർക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത്. അപ്പോൾ ആർക്കൊക്കെയാണ്? 2020 പോൾ സക്കറിയ, 2021 P. വത്സല, 2022 സേതുമാധവൻ, 2023 ഡോക്ടർ SK വസന്തൻ. ക്ലിയർ ആയല്ലോ? ഡീലാണല്ലോ? അപ്പോൾ നമ്മുടെ കോഡ് എന്താ? അച്ഛൻ്റെ പ്രിയപ്പെട്ട വിഭവം എന്താ? വസന്ത സേതു വത്സല കറി. ഈ കോഡിൽ നിന്ന് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അച്ഛൻ എന്ന് ഉള്ളതിൽ നിന്ന് എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് മനസ്സിലാക്കണം. വസന്ത ഡോക്ടർ SK വസന്തൻ, സേതുമാധവൻ, വത്സല P. വത്സല, കറി എന്നുള്ളതിൽ നിന്ന് പോൾ സക്കറിയ. ഓർത്തിരിക്കണം. ഒരു കാര്യം, ഈ കോഡ് ഓർത്തിരിക്കുമ്പോൾ നിങ്ങളിത് പഠിച്ചിട്ടില്ലെങ്കിൽ ഈ കോഡ് വെച്ചിട്ടൊരു പ്രയോജനമില്ല. കാരണം ഇത് ഏത് ഓർഡറിലാണെന്നുള്ളത് ഓർത്തിരിക്കണം. ഇത് 2023 നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ ഈ കോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം 2020 ഡോക്ടർ SK വസന്തന് കിട്ടിയതെന്ന് നിങ്ങൾ ഓർക്കരുത്. 2023 ഏറ്റവും ലാസ്റ്റ് കിട്ടിയത് ഡോക്ടർ SK വസന്തനാണെന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ ഈ കോഡ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് എക്സാം ഹാളിൽ ഉപയോഗിക്കാൻ പറ്റും. ഡീൽ? അടുത്തത് നോക്കാം. ഡോക്ടർ SK വസന്തൻ്റെ മറ്റ് കൃതികൾ നമുക്കൊന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഡോക്ടർ SK വസന്തൻ എന്താ? 2023 31ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആളാണ് ഡോക്ടർ SK വസന്തൻ.
മറ്റ് കൃതികളൊന്ന് മനസ്സിലാക്കാം. കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു, നമ്മൾ നടന്ന വഴികൾ, പടിഞ്ഞാറൻ കാവ്യമീമാംസ, കൽപ്പടവുകൾ, എൻ്റെ ഗ്രാമം എൻ്റെ ജനത, അപ്പൻ തമ്പുരാൻ ഒരു പഠനം, കിഴക്കിൻ്റെ വെളിച്ചം. കിഴക്കിൻ്റെ വെളിച്ചം എന്നുള്ളത് ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന എഡ്വിൻ ആർണോൾഡിൻ്റെ കൃതിയുടെ വിവർത്തനമാണ്. കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു എന്ന കൃതിക്ക് 2007 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ. ഒന്നുകൂടി പറയാം. കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു, അതിന് 2007 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ നടന്ന വഴികൾ, പടിഞ്ഞാറൻ കാവ്യമീമാംസ, കൽപ്പടവുകൾ, എൻ്റെ ഗ്രാമം എൻ്റെ ജനത, അപ്പൻ തമ്പുരാൻ ഒരു പഠനം, കിഴക്കിൻ്റെ വെളിച്ചം, അത് വിവർത്തനമാണ്. ഇത്രയും കൃതികളാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ടതായിട്ട് പഠിച്ചു വയ്ക്കാനായിട്ടുള്ളത്. ഇനി എ സേതുമാധവൻ. എന്തുകൊണ്ടാണ് എ സേതുമാധവനെ കുറിച്ച് നമ്മളിവിടെ പഠിക്കുന്നത്? 2022 അതായത് 30ാമത് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് സേതു അഥവാ എ സേതുമാധവൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കൂടുതൽ കൃതികൾ നമ്മളിവിടെ പഠിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ. എ സേതുമാധവൻ്റെ ആത്മകഥ അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ. അദ്ദേഹത്തിന് മറ്റ് കൃതികൾ കൂടി ഒന്ന് പഠിക്കാം. ചേക്കുട്ടി അടയാളങ്ങൾ, അത് നോവലാണ്. ചേക്കുട്ടിയും അടയാളങ്ങളും നോവലാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു നോവലാണ് പാണ്ഡവപുരം, അതും അദ്ദേഹത്തിൻ്റെ നോവലാണ് പാണ്ഡവപുരം. വെളുത്ത കൂടാരങ്ങൾ, താളിയോല, കിരാതം, വനവാസം, കൈമുദ്രകൾ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ചെറുകഥയാണ് പേടി സ്വപ്നങ്ങൾ. അതിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരമൊക്കെ ലഭിച്ചിട്ടുണ്ട്. മറുപിറവി എന്ന അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, അതിന് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ 2020 കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് 2020. അപ്പം ഇത്രയും കാര്യങ്ങൾ ഈ സേതുമാധവനെ കുറിച്ചൊന്ന് മനസ്സിലാക്കി വെക്കുക. ആത്മകഥയാണ് അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ. 2022 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് സേതുമാധവൻ. തുടർന്ന് പഠിക്കാം. പി വത്സല. പി വത്സലയ്ക്ക് എന്നാണ് കിട്ടിയത്? 2021. 2021 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് പി വത്സല. പി വത്സല 2023 നവംബറിൽ അന്തരിച്ചു. നെല്ല് എന്ന നോവലിലൂടെയാണ് ശ്രദ്ധേയായത്. നെല്ല് എന്ന നോവലിലൂടെയാണ് പി വത്സല ശ്രദ്ധേയാകുന്നത്. സാഹിത്യ അക്കാദമിയുടെ മുൻ അധ്യക്ഷയായിരുന്നു. വയനാട്ടിലെ ആദിവാസികളുടെ ജീവിതത്തെ മുൻനിർത്തി രചിച്ച നോവലാണ് നെല്ല് എന്ന നോവൽ. ഈയിടെ അന്തരിച്ചതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. 2023 നവംബറിലാണ് പി വത്സല അന്തരിക്കുന്നത്. സാഹിത്യ അക്കാദമി മുൻ അധ്യക്ഷയായിരുന്നു. അതുപോലെ വയനാട്ടിലെ ആദിവാസികളുടെ ജീവിതത്തെ മുൻനിർത്തി രചിച്ച നോവലാണ് നെല്ല്. ആ നോവലിലൂടെയാണ് ശ്രദ്ധേയാകുന്നത്. തകർച്ച ആണ് ആദ്യത്തെ നോവൽ. പി വത്സലയുടെ ആദ്യത്തെ നോവൽ തകർച്ചയാണ്. ആഗ്നേയം, ഗൗതമൻ, ചാവേർ, റോസ്മേരിയുടെ ആകാശങ്ങൾ, ആരും മരിക്കുന്നില്ല, വേനൽ, കനൽ, പാളയം, ഇതൊക്കെ മറ്റ് പ്രധാനപ്പെട്ട കൃതികളാണ്. നിഴലുറങ്ങുന്ന വഴികൾ 1975 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിരുന്നു ആ കൃതിക്ക്. നിഴൽ ഉറങ്ങുന്ന വഴികൾ. പി വത്സലയുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് കുറുമാട്ടി? ഈ അടുത്തിടെ PSC ചോദിച്ച ചോദ്യമാണ്. പി വത്സലയുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് കുറുമാട്ടി എന്നത്? ഏതാണ്? നെല്ല് എന്ന നോവലിലെ കഥാപാത്രമാണ് കുറുമാട്ടി. ഇപ്പോൾ 2021 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് വത്സല. 2022 ആരായിരുന്നു? സേതുമാധവൻ. 2023 ഡോക്ടർ SK വസന്തൻ. ഇനി നമ്മൾ പോൾ സക്കറിയെ കുറിച്ച് പറഞ്ഞല്ലേ. 2020 നമ്മുടെ കോഡ് ഓർമ്മയുണ്ടോ? അച്ഛൻ്റെ പ്രിയപ്പെട്ട വിഭവം വസന്ത സേതു വത്സലക്കറി. 2020 ആരാണ്? പോൾ സക്കറിയ. പോൾ സക്കറിയെക്കുറിച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. പോൾ സക്കറിയയുടെ മറ്റ് പ്രധാനപ്പെട്ട കൃതികളൊന്ന് മനസ്സിലാക്കി വയ്ക്കാം. സലാം അമേരിക്ക, ഒരിടത്ത്, ആർക്കറിയാം, ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവുമൊക്കെ പോൾ സക്കറിയയുടെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഇനി എക്സ്ട്രാ പോയിന്റ്സ് പഠിക്കാം. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വ്യക്തി ആരാണ്? ശൂരനാട് കുഞ്ഞൻപിള്ളയാണ് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യത്തെ വ്യക്തി. ആരാണ്? ശൂരനാട് കുഞ്ഞൻപിള്ള. എഴുത്തച്ഛൻ അവാർഡ് നേടിയ ആദ്യ വനിത ആരാണ്? ബാലാമണിയമ്മയാണ് എഴുത്തച്ഛൻ അവാർഡ് നേടിയ ആദ്യ വനിത. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വ്യക്തി ആരാണ്? ശൂരനാട് കുഞ്ഞൻപിള്ള. ആദ്യ വനിത ആരാണ്? ബാലാമണിയമ്മ. 2020 മുതൽ 2023 വരെ കിട്ടിയ ആൾക്കാരുടെ പേരൊന്നുകൂടെ റിവൈസ് ചെയ്തേ പെട്ടെന്ന്. പോൾ സക്കറിയ, പി വത്സല, സേതുമാധവൻ, ഡോക്ടർ SK വസന്തൻ. മറന്നുപോകരുത്. സേതുമാധവന്റെ ആത്മകഥ അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ. പി വത്സല പ്രശസ്തയാകുന്നത് നെല്ല് എന്ന കൃതിയിലൂടെയാണ്. പി വത്സലയുടെ നെല്ല് എന്ന നോവലിലെ കഥാപാത്രമാണ് കുറുമാട്ടി. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് മനസ്സിലാക്കി വെക്കണം. നേരത്തെ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരങ്ങൾ പറഞ്ഞപ്പോൾ ഏത് കൃതിക്കാണ് കിട്ടിയതെന്ന് ഒരാൾ കമൻറ്റിൽ ചോദിച്ചിരുന്നു. മനസ്സിലാക്കണം, എഴുത്തച്ഛൻ പുരസ്കാരം മലയാള സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കാണ് നൽകുന്നത്. മലയാള സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. ഡീൽ? തുടർന്ന് പഠിക്കാം.
അടുത്തത് നോക്കാം, വള്ളത്തോൾ അവാർഡ്. വള്ളത്തോൾ സാഹിത്യ സമിതിയാണ് ഈ വള്ളത്തോൾ അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. തുടക്കം 1991 1991 മുതലാണ് വള്ളത്തോൾ പുരസ്കാരങ്ങൾ നൽകി തുടങ്ങിയത്. ഇനി അതിൻ്റെ തുക നോക്കിയൊരു പ്രത്യേകതയുള്ള തുകയാണ്. 1,11,111 രൂപയാണ് സമ്മാനതുക. വള്ളത്തോൾ പുരസ്കാരം വള്ളത്തോൾ സാഹിത്യ സമിതിയാണ് ഏർപ്പെടുത്തിയത്. 1991 തുടക്കം കുറിച്ചത്. സമ്മാനത്തുക 1,11,111 രൂപയാണ്. 2019 അത് ലേറ്റസ്റ്റ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. 2019 പോൾ സക്രിയയ്ക്കാണ് പുരസ്കാരം ലഭിക്കുന്നത്. വള്ളത്തോൾ അവാർഡ് 2019 പോൾ സക്രിയ. ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട്. 2019 പോൾ സക്രിയ. ഓർത്തിരിക്കാനുള്ള കോഡ് എന്താണ്? വള്ളപ്പോൾ എന്ന് ഓർത്തിരിക്കണം. വള്ളപ്പോൾ എന്ന് പറയുമ്പോൾ വള്ള എന്നുള്ളതിൽ നിന്ന് വള്ളത്തോൾ എന്നും പോൾ എന്നതിൽ നിന്ന് പോൾ സക്രിയ എന്നും മനസ്സിലാക്കണം. അപ്പോൾ 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് പോൾ സക്രിയ. എന്താണ് കോഡ്? വള്ളപ്പോൾ. ഓർത്തിരിക്കുമല്ലോ. അപ്പോൾ ഒന്നുകൂടി പറയാം. വള്ളത്തോൾ പുരസ്കാരം വള്ളത്തോൾ സാഹിത്യ സമിതിയാണ് ഏർപ്പെടുത്തിയത്. 1991 തുടക്കം. 2019 പോൾ സക്രിയയ്ക്കാണ് ലഭിച്ചത്. കോവിഡ് സമയത്തിന് ശേഷം അത് ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല. 2019 വള്ളം മുങ്ങി എന്നോർത്താൽ മതി. 2019 വള്ളം മുങ്ങി. അപ്പോൾ 2019 ലാസ്റ്റ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. 2019 ലഭിച്ചത് പോൾ സക്രിയയ്ക്ക്. കോഡ് എന്താണ്? വള്ളപ്പോൾ. ഡീലാണല്ലോ. ഓക്കെ, ഡീലാണെങ്കിൽ നമുക്ക് സ്റ്റാർ ഇടാം. ഓക്കെ, ഇനി ബോണസ് പോയിന്റ്സ് പഠിക്കാം. വള്ളത്തോൾ പുരസ്കാരം ആദ്യം ലഭിച്ച വ്യക്തി, അതായത് എന്നാ തുടക്കം കുറിച്ചത്? 1991. അപ്പോൾ വള്ളത്തോൾ പുരസ്കാരം ആദ്യം ലഭിച്ച വ്യക്തി ആരാണ്? പാലാ നാരായണൻ നായർ. പാലാ നാരായണൻ നായർക്കാണ് വള്ളത്തോൾ പുരസ്കാരം ആദ്യമായിട്ട് ലഭിക്കുന്നത്. വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആരാണ്? ബാലാമണിയമ്മയാണ് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത. അപ്പോൾ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തി പാലാ നാരായണൻ നായരാണ്. വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ബാലാമണിയമ്മയാണ്. 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിക്കുന്നത് പോൾ സക്രിയയ്ക്കാണ്. കോഡ് എന്താ? വള്ളപ്പോൾ. അപ്പോൾ നമ്മൾ 2 കോഡ് പഠിച്ചു. എഴുത്തച്ഛൻ പുരസ്കാരം പഠിക്കാനായിട്ട് നമ്മൾ പഠിച്ചത് എന്താ? അച്ഛൻ്റെ പ്രിയപ്പെട്ട വിഭവം വസന്ത സേതു വത്സലക്കറി. ഇനി വള്ളത്തോൾ പുരസ്കാരം ഓർത്തിരിക്കാൻ വേണ്ടി നമ്മുടെ കോഡ് എന്താ? വള്ളപ്പോൾ. 2019 പോൾ സക്രിയ. ഓർത്തിരിക്കുമല്ലോ. തുടർന്ന് പഠിക്കാം. വയലാർ പുരസ്കാരം നോക്കാം. വയലാർ പുരസ്കാരം തുക 1,00,000 രൂപയാണ്. വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 1,00,000 രൂപയും വെങ്കല ശില്പവുമാണ് സമ്മാനം. 2023 വയലാർ പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ ജീവിതം ഒരു പെൻഡുലം എന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥയ്ക്കാണ് 2023 അദ്ദേഹത്തിന് വയലാർ അവാർഡ് ലഭിക്കുന്നത്. 2002 S ഹരീഷിന് മീശ എന്ന കൃതിക്ക് ലഭിച്ചു. വിവാദമായൊരു കൃതിയായിരുന്നു മീശ, നമുക്കൊക്കെ ഓർമ്മ കാണും. 2022 S ഹരീഷിന് മീശ എന്ന കൃതിക്ക് വയലാർ അവാർഡ് ലഭിക്കുന്നു. 2021 ബെന്യാമിന് ലഭിക്കുന്നു. ബെന്യാമിന് നിങ്ങൾക്കെല്ലാം അറിയാം, ആടുജീവിതത്തിലൂടെ അല്ലേ. 2021 ബെന്യാമിന് വയലാർ അവാർഡ് ലഭിക്കുന്നു. ഏത് കൃതിക്കാണ്? മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതിക്ക്. 2020 ഏഴാച്ചേരി രാമചന്ദ്രന് ഒരു വെർജീനിയൻ വേൽക്കാലം എന്ന കൃതിക്ക് ലഭിക്കുന്നു. ഒന്നുകൂടി പറയാം. വയലാർ പുരസ്കാരമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 2023 ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥയ്ക്ക്. 2022 S ഹരീഷിന് മീശ എന്ന കൃതിക്ക്. 2021 ബെന്യാമിന് മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതിക്ക്. 2020 ഏഴാച്ചേരി രാമചന്ദ്രന് ഒരു വെർജീനിയൻ വേൽക്കാലം എന്ന കൃതിക്ക്. ഇനി ഇത് ഓർത്തിരിക്കണമല്ലോ. ഇത് ഓർത്തിരിക്കാനായിട്ടുള്ള കോഡ് നമുക്ക് നോക്കാം. ഒരു കഥ നിങ്ങൾ ഓർത്തിരിക്കണം. നോക്കാം എന്താണ് ആ കഥയെന്ന് നോക്കാം. വയലാറുള്ള ശ്രീകുമാർ ജീവനോടെ ഉണ്ടോ എന്ന് അന്വേഷിക്കാനായിട്ട് മീശ പിരിച്ച് ഹരീഷ് മാന്തളിരിലെ ബെന്യാമിൻ്റെ അടുത്തെത്തി. അപ്പോഴാണ് അറിയുന്നത് 7 വർഷം മുമ്പ് വെർജീനിയയ്ക്ക് പോയെന്ന്. ഓക്കെ, കഥ ഓർക്കാമല്ലോ. വയലാറുള്ള ശ്രീകുമാർ ജീവനോടെ ഉണ്ടോ എന്ന് അന്വേഷിക്കാനായിട്ട് മീശ പിരിച്ച് ഹരീഷ് മാന്തളിരിലെ ബെന്യാമിൻ്റെ അടുത്തെത്തി. അപ്പോഴാണ് അറിയുന്നത് 7 വർഷം മുമ്പ് വെർജീനിയയ്ക്ക് പോയത്. ആര്? ശ്രീകുമാർ പോയെന്ന്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ കോഡിനെ എങ്ങനെ വയലാർ അവാർഡിലേക്ക് കൊണ്ടുവരാം നോക്കാം. വയലാറുള്ള ശ്രീകുമാർ എന്താണ്? വയലാറുള്ള ശ്രീകുമാറിൽ നിന്ന് വയലാർ അവാർഡിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ വയലാർ അവാർഡിനെ കുറിച്ചുള്ള കോഡാണിതെന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് വയലാറുള്ള ശ്രീകുമാർ എന്ന് തുടങ്ങുന്നത്. അപ്പോൾ വയലാറുള്ള ശ്രീകുമാർ എന്താ? ശ്രീകുമാരൻ തമ്പി. അപ്പോൾ ഈ കോഡ് ഓർത്തിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2023 കിട്ടിയത് ശ്രീകുമാരൻ തമ്പിക്കാണെന്ന് ഓർക്കണം. കാരണം താഴേക്കുള്ള ഓർഡറിലാണ് നമ്മൾ ഈ കോഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2023 ശ്രീകുമാരൻ തമ്പിക്ക്.
വയലാറുള്ള ശ്രീകുമാർ, അപ്പോൾ ശ്രീകുമാരൻ തമ്പി എന്ന് അതിൽ നിന്ന് എടുക്കണം. ജീവനോടെ ഉണ്ടോ, കൃതിയുടെ പേരും കൂടി കണക്ട് ചെയ്തിട്ടുണ്ട്. ജീവിതം ഒരു പെൻഡുലം. അപ്പോൾ വയലാറുള്ള ശ്രീകുമാർ ജീവനോടെ ഉണ്ടോ എന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ട എന്തൊക്കെയാണ്? വയലാർ എന്നതിൽ നിന്ന് വയലാർ അവാർഡ്, ശ്രീകുമാർ എന്നതിൽ നിന്ന് ശ്രീകുമാരൻ തമ്പി, ജീവനോടെ ഉണ്ടോ എന്നതിൽ നിന്ന് ജീവിതം ഒരു പെൻഡുലം. എന്ന് അന്വേഷിക്കാൻ ഇനി അടുത്ത വർഷത്തേത്? മീശ പിരിച്ച് ഹരീഷ്. ഹരീഷിന് മീശ എന്ന കൃതിക്ക്. ഓക്കെ ആണല്ലോ. മീശ പിരിച്ച് ഹരീഷ് എന്ന് പറയുമ്പോൾ ഹരീഷ്, എസ് ഹരീഷിന് മീശ എന്ന കൃതിക്കെന്ന് ഓർക്കണം. മാന്തളിരിലെ ബെന്യാമിൻ്റെ അടുത്തെത്തി. എന്താണ്? 2021 ബെന്യാമിനാണ് ലഭിക്കുന്നത് മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതിക്ക്. അപ്പോൾ മാന്തളിരിലെ ബെന്യാമിൻ്റെ അടുത്തെത്തി. ഇനി അടുത്ത വർഷത്തേക്ക് 2020 നോക്കാം. അപ്പോഴാണ് അറിയുന്നത് 7 വർഷം മുമ്പ്, 7 വർഷം എന്നുള്ളതിൽ നിന്ന് ഏഴാച്ചേരി എന്ന് എടുക്കണം. ഏഴാച്ചേരി രാമചന്ദ്രൻ 7 വർഷം മുമ്പ് എന്നുള്ളതിൽ നിന്ന് ഏഴാച്ചേരി എന്ന് എടുക്കണം. വെർജീനിയയ്ക്ക് പോയി. വെർജീനിയ ഒരു വെർജീനിയൻ വേൽക്കാലം എന്നതിന് കോഡാണ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. വയലാറുള്ള ശ്രീകുമാർ ജീവനോടെ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ മീശ പിരിച്ച് ഹരീഷ് മാന്തളിരിലെ ബെന്യാമിൻ്റെ അടുത്തെത്തി. അപ്പോഴാണ് അറിയുന്നത് 7 വർഷം മുമ്പ് വെർജീനിയയ്ക്ക് പോയെന്ന്. ഒന്നുകൂടി ഡീകോഡ് ചെയ്ത് മനസ്സിലാക്കി തരാം. വയലാർ എന്ന് പറയുന്നത് വയലാർ അവാർഡാണ്. ശ്രീകുമാർ, ശ്രീകുമാരൻ തമ്പി ജീവനോടെ ഉണ്ടോ, ജീവിതം ഒരു പെൻഡുലം എന്ന് അന്വേഷിക്കാൻ മീശ പിരിച്ച ഹരീഷ്, എസ് ഹരീഷിന് മീശ എന്ന കൃതിക്ക്. മാന്തളിരിലെ ബെന്യാമിൻ്റെ അടുത്തെത്തി. ബെന്യാമിന് മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന പുസ്തകത്തിന്. അപ്പോഴാണ് അറിയുന്നത് 7 വർഷം മുമ്പ് വെർജീനിയയ്ക്ക് പോയി എന്ന്. 7 വർഷം മുമ്പ് വെർജീനിയയ്ക്ക് പോയി. ഏഴാച്ചേരി രാമചന്ദ്രൻ ഒരു വെർജീനിയൻ വെയിൽക്കാലം. തീർന്നു. വയലാർ അവാർഡ് നിങ്ങൾ പഠിച്ചു. എന്നോട് പറയാം. വയലാറുള്ള ശ്രീകുമാർ ജീവനോടെ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി മീശ പിരിച്ച് ഹരീഷ് മാന്തളിരിലെ ബെന്യാമിൻ്റെ അടുത്തെത്തി. അപ്പോഴാണ് അറിയുന്നത് 7 വർഷം മുമ്പ് വെർജീനിയയ്ക്ക് പോയി എന്ന്. ഇനി നമുക്ക് ഒന്നുകൂടി വായിക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ഓർമ്മ കൃത്യമായിരിക്കും. 2023 ശ്രീകുമാരൻ തമ്പി കൃതി ജീവിതം ഒരു പെൻഡുലം, അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. 2022 എസ് ഹരീഷ് മീശ. 2021 ബെന്യാമിൻ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. 2020 ഏഴാച്ചേരി രാമചന്ദ്രൻ ഒരു വെർജീനിയൻ വേൽക്കാലം. വയലാർ അവാർഡ്. ഡീൽ. ഇനി ആരും മറക്കത്തില്ലല്ലോ. മറക്കത്തില്ലെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, തുടർന്ന് പഠിക്കാം. അല്ല, ഇതിൻ്റെ ബോണസ് പോയിന്റ്സോട് പറയാം. ജല്ലിക്കെട്ട്, ചുരുളി, നൻപകൽ നേരത്ത് മയക്കം എന്നീ സിനിമകൾക്ക് തിരക്കഥ നിർവഹിച്ചത് എസ് ഹരീഷാണ്. എസ് ഹരീഷിനെ കുറിച്ച് എന്താ ഇവിടെ പറയാൻ കാരണം? 2022 എസ് ഹരീഷിനാണ് ലഭിക്കുന്നത് വയലാർ അവാർഡ് മീശ എന്ന കൃതിക്ക്. അദ്ദേഹമാണ് ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ജല്ലിക്കെട്ട്, ചുരുളി, നൻപകൽ നേരത്തു മയക്കം എന്നീ സിനിമകൾക്കൊക്കെ തിരക്കഥ നിർവഹിക്കുന്നത് എസ് ഹരീഷാണ്. ഇനി വയലാർ പുരസ്കാരം ആദ്യം നേടിയത് ലളിതാംബിക അന്തർജനമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഓർമ്മയുണ്ടല്ലോ. കോഡ് ഓർത്തിരിക്കുമല്ലോ. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. എന്നാലേ ഈ കോഡൊക്കെ നിങ്ങൾക്ക് എക്സാമിന് ഉപയോഗപ്രദമാകൂ. അല്ലെങ്കിൽ നമുക്കിങ്ങനെ തമാശയ്ക്ക് ഇതൊക്കെ പഠിച്ചു വെക്കാമെന്നേ ഉള്ളൂ. സീരിയസ് ആയിട്ട് എടുക്കണം. ഈ കോഡൊക്കെ നമ്മൾ എക്സാം ഉണ്ടെങ്കിൽ നമ്മൾ നോട്ട്ബുക്കിൽ എഴുതി പഠിക്കണം. ഓക്കെ, നമുക്കിനി ഓടക്കുഴൽ പുരസ്കാരം നോക്കാം. ഓടക്കുഴൽ പുരസ്കാരം മഹാകവി ജി ശങ്കരക്കുറുപ്പ് സ്ഥാപിച്ച ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ് ഈ പുരസ്കാരം നൽകുന്നത്. ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത് മഹാകവി ജി ശങ്കരക്കുറുപ്പ് സ്ഥാപിച്ച ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ്. 2023 PN ഗോപികൃഷ്ണനാണ് കിട്ടുന്നത്. 2023 ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുന്നത് PN ഗോപികൃഷ്ണനാണ്. അദ്ദേഹത്തിൻ്റെ കൃതിയാണ് കവിത മാംസഭോജിയാണ് എന്ന കൃതിക്കാണ് ലഭിക്കുന്നത്. കവിത മാംസഭോജിയാണ് എന്ന കൃതിക്ക് PN ഗോപികൃഷ്ണന് 2023 ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുന്നു. 2022 ലഭിച്ചത് അംബികാസുധൻ മങ്ങാടിനാണ്. അംബികാസുധൻ മങ്ങാടിന് പ്രാണവായു എന്ന കൃതിക്കാണ് 2022 ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുന്നത്. 2021 സാറ ജോസഫിന് ബുധനി എന്ന കൃതിക്കാണ് ലഭിക്കുന്നത്. ഒന്നുകൂടി പറയാം. 2023 PN ഗോപികൃഷ്ണൻ കവിത മാംസഭോജിയാണ്. 2022 അംബികാസുധൻ മങ്ങാട് പ്രാണവായു എന്ന കൃതിക്ക്. 2021 സാറ ജോസഫ് ബുധനി എന്ന കൃതിക്ക്. ഇനി കോഡ് നോക്കാം. ബുധനാഴ്ച ഒരു കഥയാണ്. ബുധനാഴ്ചയാണ് നടക്കുന്നത്. ഓക്കെ, ബുധനാഴ്ച സാറയുടെ പ്രാണനായ ഓടക്കുഴൽ അംബിക എടുത്തുകൊണ്ടുപോയി മാംസഭോജിയായ ഗോപിക്ക് നൽകി. ഒന്നുകൂടി പറയാം. ബുധനാഴ്ച സാറയുടെ പ്രാണനായ ഓടക്കുഴൽ അംബിക എടുത്തുകൊണ്ടുപോയി മാംസഭോജിയായ ഗോപിക്ക് നൽകി. അപ്പോൾ ബുധനാഴ്ച എന്ന് പറയുന്നത് ബുധനി എന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ്. സാറ ജോസഫ്
പ്രാണനായ പ്രാണവായു. ഇതിനകത്ത് ഏത് പുരസ്കാരത്തിനെക്കുറിച്ച് പല കോഡുകൾ നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലേ. വള്ളപ്പോൾ പഠിച്ചു, അതുപോലെ എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ കോഡ് പഠിച്ചു, വയലാർ പുരസ്കാരത്തിൻ്റെ കോഡ് പഠിച്ചു. അപ്പോൾ ഇതൊക്കെ പഠിക്കുമ്പോൾ ഇതൊക്കെ കോഡുകൾ മാത്രം ഓർമ്മയിരിക്കും. ഇത് ഏതിൻ്റെ കോഡായിരുന്നു എന്ന് ഓർക്കണ്ടേ. അതുകൊണ്ടാണ് ഈ കോഡുകളിലെല്ലാം ഈ പുരസ്കാരത്തിൻ്റെ പേരും കൂടി ചേർത്തിട്ട് കോഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തുകൊണ്ട് ഓടക്കുഴൽ പുരസ്കാരത്തിനെ കുറിച്ചുള്ള കോഡാണെന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ഓടക്കുഴൽ എന്ന വാക്ക് ഇതിനകത്തുണ്ട്. അപ്പോൾ ബുധനാഴ്ച ബുധനി, സാറയുടെ സാറ ജോസഫ്, പ്രാണനായ പ്രാണവായു, ഓടക്കുഴൽ പുരസ്കാരം, അംബികാസുധൻ മങ്ങാട് എടുത്തുകൊണ്ടുപോയി മാംസഭോജിയായ കവിത മാംസഭോജിയാണ് എന്ന കൃതിയിൽ ഗോപിക്ക് നൽകി. PN ഗോപികൃഷ്ണൻ. ഓർക്കാമല്ലോ. അപ്പോൾ ബുധനാഴ്ച സാറയുടെ പ്രാണനായ ഓടക്കുഴൽ അംബിക എടുത്തുകൊണ്ടുപോയി മാംസഭോജിയായ ഗോപിക്ക് നൽകി. ഓക്കെ. 23 PN ഗോപികൃഷ്ണനാണ് ലഭിക്കുന്നത് നമുക്ക് പറഞ്ഞു. PN ഗോപികൃഷ്ണൻ്റെ മറ്റ് കൃതികൾ കൂടി നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കാം. ദൈവത്തെ മാറ്റി എഴുതുമ്പോൾ, മടിയരുടെ മാനിഫെസ്റ്റോ, അതിരപ്പള്ളിക്കാട്ടിൽ, ഇടിക്കാലൂരി പനമ്പട്ടടി 2014 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയിരുന്നു ഈ കൃതിക്ക്. ഇനി ആദ്യമായിട്ട് ഓടക്കുഴൽ പുരസ്കാരം നേടുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. ആദ്യമായിട്ട് പുരസ്കാരം നേടിയ വനിത ലളിതാംബിക അന്തർജനമാണ്. ഒന്നുകൂടി പറയാം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഓടക്കുഴൽ പുരസ്കാരമാണ്. മഹാകവി G ശങ്കരക്കുറുപ്പ് സ്ഥാപിച്ച ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ് പുരസ്കാരം നൽകുന്നത്. 2023 PN ഗോപികൃഷ്ണന് കവിത മാംസഭോജിയാണ് എന്ന കൃതിക്ക്, 2022 അംബികാസുധൻ മങ്ങാട് പ്രാണവായു എന്ന കൃതിക്ക്, 2021 സാറ ജോസഫ് ബുധനി എന്ന കൃതിക്ക്. കോഡ് ബുധനാഴ്ച സാറയുടെ പ്രാണനായ ഓടക്കുഴൽ അംബിക എടുത്തുകൊണ്ടുപോയി മാംസഭോജിയായ ഗോപിക്ക് നൽകി. PN ഗോപികൃഷ്ണൻ്റെ കൃതികളും നമ്മൾ പഠിച്ചു. ദൈവത്തെ മാറ്റി എഴുതുമ്പോൾ, മടിയരുടെ മാനിഫെസ്റ്റോ, അതിരപ്പള്ളിക്കാട്ടിൽ, ഇടിക്കാലൂരി പനമ്പട്ടടി. ആദ്യമായിട്ട് നേടിയത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. ആദ്യമായിട്ട് നേടിയ വനിത ലളിതാംബിക അന്തർജനമാണ്. ഇനി മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നോക്കാം. സമ്മാനത്തുക 3 ലക്ഷം രൂപയാണ്. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2023 സക്കറിയയ്ക്കാണ് ലഭിച്ചത്, 2022 സേതുവിന്, 2020 K സച്ചിദാനന്ദന്, 2019 UA ഖാദറിനാണ് ലഭിച്ചത്. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 3 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. 2023 സക്കറിയ, 2022 സേതു, 2020 K സച്ചിദാനന്ദൻ, 2019 UA ഖാദർ. അപ്പോൾ മാതൃഭൂമി എന്ന് ഓർത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മാതൃഭൂമി UK സേയ എന്ന് ഓർക്കണം. UK സേയ എന്നോർക്കണം. UK സേയ. യു എന്താണ്? UA ഖാദർ. K എന്താണ്? K സച്ചിദാനന്ദൻ. സേതു. യാ എന്നുള്ളത് സക്കറിയ എന്നുള്ളതിൻ്റെ യായാണ്. അപ്പോൾ മാതൃഭൂമി UK സേയ എന്നോർക്കണം. കോഡ് എന്താണ്? മാതൃഭൂമി UK സേയ. മാതൃഭൂമി UK സേയ എന്നോർക്കണം. ഓക്കെ. അപ്പോൾ UA ഖാദർ, K സച്ചിദാനന്ദൻ, സേതു, യാ എന്നുള്ളത് സക്കറിയ. ഓർത്തിരിക്കണം. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. അടുത്തത് ONV സാഹിത്യ അവാർഡ്. ONV കൾച്ചറൽ അക്കാദമിയാണ് ഈ പുരസ്കാരം കൊടുക്കുന്നത്. 2017 പുരസ്കാരങ്ങൾ കൊടുത്തു തുടങ്ങിയത്. 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് ഈ അവാർഡ്. ONV സാഹിത്യ അവാർഡ് ആരാണ് കൊടുക്കുന്നത്? ONV കൾച്ചറൽ അക്കാദമി കൊടുക്കുന്ന പുരസ്കാരമാണ്. ഇത് ഇന്ത്യയിൽ ഉടനീളമുള്ള എഴുത്തുകാരുടെ സാഹിത്യത്തിലുള്ള സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് നൽകുന്ന ദേശീയ അവാർഡാണ് ഇത്. ONV സാഹിത്യ അവാർഡ് ദേശീയ അവാർഡാണ്. അത് 2024 ലഭിച്ചത് പ്രതിഭ റായ്ക്കാണ്, 2023 C രാധാകൃഷ്ണൻ, 2022 T പത്മനാഭൻ, 2021 വൈരമുത്തു, 2020 M ലീലാവതി, 2019 അക്കിത്തം, 2018 MT വാസുദേവൻ നായർ, 2017 സുഗതകുമാരി. നമുക്ക് 17 വരെയുള്ളത് അങ്ങ് പഠിച്ചു വയ്ക്കാം. ഒരു കോഡുണ്ട്, അപ്പോൾ കുറച്ചും കൂടി ഈസി ആവും നമുക്ക് പഠിക്കാനായിട്ട്. 2024 ആർക്കാണ് കിട്ടിയത്? പ്രതിഭ റായ്ക്കാണ് കിട്ടിയത്. ഇനി നോക്കിയേ, 2017 മുതൽ 2020 വരെ ഇതൊരു ദേശീയ പുരസ്കാരമാണല്ലോ, പക്ഷേ എന്നാലും മലയാളത്തിലാണ് ഇത് ലഭിച്ചുകൊണ്ടിരുന്നത്. 2017 മുതൽ 2020 വരെ. 2021 തമിഴ് സാഹിത്യകാരനായ വൈരമുത്തുവിന് ഡിക്ലെയർ ചെയ്തു, ഈ പുരസ്കാരം ലഭിച്ചു. പക്ഷേ മീറ്റു ആരോപണങ്ങളെയൊക്കെ തുടർന്ന് ഇത് പിൻവലിച്ചു. അദ്ദേഹം അത് സ്വീകരിച്ചില്ല, ഈ ഡിക്ലെയർ ചെയ്തത് പിൻവലിക്കുകയും ചെയ്തു. 2022 T പത്മനാഭന് ലഭിക്കുന്നു, 2023 C രാധാകൃഷ്ണന്, 2024 പ്രതിഭ റായ്ക്ക് ലഭിക്കുന്നു. ഇനി കോഡ് എന്താ? സുഖവാസ അക്കലീല മുത്തു പത്മരാധ റായി എന്നോർക്കണം. എന്താണ് കോഡ്? എന്താണ്
ONV സാഹിത്യ പുരസ്കാരം ഓർത്തിരിക്കാനായിട്ട് ഓന്നും കൂടി ആദ്യം ഇടുക. ഓ സുഖവാസ അക്കലീല മുത്തുപത്മ രാധാറായി. എന്താണ്? സുഖവാസ സുഗതകുമാരി, വാസ MT വാസുദേവൻ നായർ, അക്ക അക്കിത്തം, ലീല M ലീലാവതി, മുത്തു വൈരമുത്തു, പത്മ T പത്മനാഭൻ, രാധ C രാധാകൃഷ്ണൻ, റായ് പ്രതിഭ റായ്. അപ്പോൾ ഓർക്കുക, ഓ സുഖവാസ അക്കലീല മുത്തുപത്മ രാധാറായി. ഓ എന്ന് പറയുന്നത് ONV പുരസ്കാരമാണെന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ഒന്ന് ആഡ് ചെയ്തേക്കുക. സുഖവാസ അക്കലീല മുത്തുപത്മ രാധാറായി എന്തൊക്കെയാണ്? സുഗതകുമാരി, MT വാസുദേവൻ നായർ, അക്കിത്തം, ലീലാവതി, വൈരമുത്തു, T പത്മനാഭൻ, C രാധാകൃഷ്ണൻ, പ്രതിഭ റായ്. 2024 ലഭിച്ചത് പ്രതിഭ റായ്ക്കാണ്. ഓക്കെ ആണല്ലോ. വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം 2022 OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം ലഭിക്കുന്നത് നോവൽ വിഭാഗത്തിൽ ലഭിക്കുന്നത് PF മാത്യൂസിനാണ്. PF മാത്യൂസിൻ്റെ അടിയാള പ്രേതം എന്ന കൃതിക്കാണ് ലഭിക്കുന്നത്. കഥാവിഭാഗത്തിൽ ലഭിക്കുന്നത് VM ദേവദാസിനാണ്. കാടിന് നടുക്കൊരു മരം എന്ന കൃതിക്ക്. യുവകഥാ വിഭാഗത്തിൽ VN നിതിൻ ചാച്ചൻ എന്ന കൃതിക്ക്. അപ്പോൾ ഈ പേരുകളൊക്കെ ഓർത്തിരിക്കണം. 2022 PF മാത്യൂസ് അടിയാള പ്രേതം, മാത്യു പ്രേതം എന്ന് ഓർത്തിരിക്കണം. കഥാവിഭാഗത്തിൽ VM ദേവദാസ് കാടിന് നടുക്ക് ഒരു മരം, ദേവമരം എന്ന് ഓർത്തിരിക്കണം. ദേവദാരു എന്നോ ദേവമരം എന്നൊക്കെ ഓർത്തിരിക്കാം. യുവകഥാ വിഭാഗം VN നിതിൻ ചാച്ചൻ എന്ന് ഓർത്തിരിക്കണം. നിതിൻ ചാച്ചൻ എന്ന് ഓർത്തിരിക്കണം. അപ്പം VN നിതിൻ, കൃതി ചാച്ചൻ. അപ്പോൾ 2022 OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം നോവൽ വിഭാഗം PF മാത്യൂസ് അടിയാളപ്രേതം എന്ന കൃതിക്ക്. കഥാവിഭാഗത്തിൽ VM ദേവദാസിന് കാടിന് നടുക്കൊരു മരം എന്ന കൃതിക്ക്. യുവകഥാ വിഭാഗത്തിൽ VN നിതിൻ ചാച്ചൻ എന്ന കൃതിക്ക്. അപ്പം മാത്യു പ്രേതം, ദേവമരം, അതുപോലെ നിതിൻ ചാച്ചൻ എന്ന് ഓർത്തിരിക്കണം. ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഓപ്ഷനിൽ നിന്ന് എഴുതാൻ പറ്റും. അതുകൊണ്ട് പറയുന്നതാണ്. 2021 നോവൽ വിഭാഗത്തിൽ ലഭിച്ചത് TD രാമകൃഷ്ണൻ, മാമ ആഫ്രിക്ക. അപ്പോൾ രാമൻ മാമൻ എന്ന് ഓർത്തിരിക്കണം. കഥാസമാഹാരം അംബിക സുധൻ മങ്ങാടിന് ചിന്നമുണ്ടി എന്ന കൃതിക്ക്. അപ്പോൾ അംബിക ചിന്ന എന്ന് ഓർത്തിരിക്കണം. യുവകഥാ പുരസ്കാരം അർജുൻ അരവിന്ദന് ഇസഹാ പുരാണം, അർജുൻ ഇസഹ എന്ന് ഓർത്തിരിക്കണം, അല്ലെങ്കിൽ അർജുന പുരാണം എന്ന് ഓർത്തിരിക്കണം. ക്ലിയർ ആണല്ലോ. 2022 OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം നോവൽ വിഭാഗം PF മാത്യൂസ് അടയാളപ്രേതം, കഥ VM ദേവദാസ് കാടിന് നടുക്കൊരു മരം, യുവകഥാ വിഭാഗം VN നിതിൻ ചാച്ചൻ എന്ന കൃതിക്ക്. 2021 നോവൽ വിഭാഗത്തിൽ TD രാമകൃഷ്ണൻ, മാമ ആഫ്രിക്ക എന്ന കൃതിക്ക്. കഥാസമാഹാരം അംബിക സുധൻ മങ്ങാട് ചിന്നമുണ്ടി എന്ന കൃതിക്ക്. യുവകഥാ പുരസ്കാരം അർജുൻ അരവിന്ദ് ഇസഹാ പുരാണം എന്ന കൃതിക്ക്. അപ്പോൾ രാമൻ മാമ, അംബിക ചിന്ന, അർജുൻ പുരാണം എന്ന് ഓർത്തിരിക്കണം. ക്ലിയർ ആണല്ലോ. അടുത്തത് പഠിക്കാം. ജ്ഞാനപ്പാന പുരസ്കാരം ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തുന്നതാണ്. സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം നൽകുന്നത്. 50,000 രൂപയാണ് പുരസ്കാരം. 2023 പ്രൊഫസർ V മധുസൂദനൻ നായർക്കാണ് ലഭിച്ചത്. 2022 K ജയകുമാറിനാണ് ലഭിക്കുന്നത്. 2023 പ്രൊഫസർ V മധുസൂദനൻ നായർക്ക് ലഭിച്ചു. 2022 K ജയകുമാറിന് ലഭിച്ചു. സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കാണ് ജ്ഞാനപ്പാന പുരസ്കാരം ഗുരുവായൂർ ദേവസ്വം ബോർഡാണ് ഏർപ്പെടുത്തിയത്. ഇതിൻ്റെ കോഡ് എന്താ? ജ്ഞാന മധുജയ എന്ന് ഓർക്കണം. ജ്ഞാന മധുജയ. ജ്ഞാന എന്നതിൽ നിന്ന് ജ്ഞാനപ്പാന പുരസ്കാരം എന്നോർക്കുക. മധു എന്നതിൽ നിന്ന് മധുസൂദനൻ നായർ എന്ന് ഓർക്കുക. ജയ എന്നതിൽ നിന്ന് K ജയകുമാർ എന്ന് ഓർക്കുക. അപ്പോൾ ജ്ഞാനപ്പാന പുരസ്കാരം 2023 പ്രൊഫസർ V മധുസൂദനൻ നായർ, 2022 K ജയകുമാർ. ഓക്കെ ആണല്ലോ. പത്മപ്രഭ പുരസ്കാരം നോക്കാം. 75,000 രൂപയാണ് പത്മപ്രഭ പുരസ്കാരം. പത്മപ്രഭ ഫൗണ്ടേഷനാണ് ഈ പുരസ്കാരം നൽകുന്നത്. 2023 സുഭാഷ് ചന്ദ്രന് ലഭിച്ചു. 2020 ശ്രീകുമാരൻ തമ്പിക്ക്. ഇതിനിടയ്ക്കത്തെ വർഷങ്ങളിൽ ഡിക്ലെയർ ചെയ്തിട്ടില്ല. അപ്പോൾ 2020 ശ്രീകുമാരൻ തമ്പിക്കും 2023 സുഭാഷ് ചന്ദ്രനുമാണ് പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത്. ഈ സുഭാഷ് ചന്ദ്രനെ കുറിച്ച് നമ്മളിപ്പോൾ പഠിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനോട് അനുബന്ധിച്ച് ഒരു പുരസ്കാരം കൂടെ ഓർത്തിരിക്കാം. അക്ബർ കക്കട്ടിൽ പുരസ്കാരം സുഭാഷ് ചന്ദ്രനാണ് ലഭിക്കുന്നത്. അക്ബർ കക്കട്ടിൽ പുരസ്കാരം 2023 ലഭിക്കുന്നതും സുഭാഷ് ചന്ദ്രനാണ്. അദ്ദേഹത്തിൻ്റെ നോവൽ സമുദ്രശിലയ്ക്കാണ് അക്ബർ കക്കട്ടിൽ പുരസ്കാരം 2023 ലഭിക്കുന്നത്. 2020 OV വിജയൻ പുരസ്കാരം
നോവൽ വിഭാഗത്തിൽ സമുദ്രശിലയ്ക്ക് ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ 2019 പത്മരാജൻ പുരസ്കാരവും സമുദ്രശില എന്ന നോവലിന് ലഭിച്ചിരുന്നു. നമ്മൾ പറഞ്ഞത് പത്മപ്രഭ സാഹിത്യ പുരസ്കാരം 2023 സുഭാഷ് ചന്ദ്രനാണ് ലഭിച്ചത്. അതുപോലെ അക്ബർ കക്കട്ടിൽ പുരസ്കാരവും 2023 സുഭാഷ് ചന്ദ്രന് തന്നെയാണ് ലഭിക്കുന്നത്. നോവൽ സമുദ്രശിലയ്ക്കാണ് അത് ലഭിക്കുന്നത്. ഈ സമുദ്രശിലയ്ക്ക് 2020 OV വിജയൻ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2019 പത്മരാജൻ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാണ് മനുഷ്യനൊരു ആമുഖം. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവലാണ് മനുഷ്യനൊരു ആമുഖം എന്നത്. അതിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡൊക്കെ ലഭിച്ചിട്ടുണ്ട് ഈ മനുഷ്യനൊരു ആമുഖം എന്ന അദ്ദേഹത്തിൻ്റെ നോവലിന്. പി കേശവദേവ് സാഹിത്യ പുരസ്കാരം നോക്കാം. ആർക്കൊക്കെയാണ് പി കേശവദേവ് സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ളതെന്ന്. 2023 ഡോക്ടർ ദേശമംഗലം രാമകൃഷ്ണന്, 2022 ഡോക്ടർ PK രാജശേഖരന്, 2021 തോമസ് ജേക്കബിന്. അപ്പോൾ പി കേശവദേവ് സാഹിത്യ പുരസ്കാരം 2023 ദേശമംഗലം രാമകൃഷ്ണൻ, 2022 PK രാജശേഖരൻ, 2021 തോമസ് ജേക്കബ്. കുറച്ച് പുരസ്കാരങ്ങളൂടി നമുക്കൊന്ന് പെട്ടെന്ന് പഠിക്കാം. മാധവ മുദ്ര സാഹിത്യ പുരസ്കാരം 2022 ലഭിക്കുന്നത് ആലങ്കോട് ലീലാകൃഷ്ണനാണ്. മാധവ മുദ്ര സാഹിത്യ പുരസ്കാരം ലഭിക്കുന്നത് 2021 പ്രൊഫസർ V മധുസൂദനൻ നായർക്കാണ് ലഭിച്ചത്. തകഴി പുരസ്കാരം സാംസ്കാരിക വകുപ്പിന് കീഴിൽ തകഴി സ്മാരകം ഏർപ്പെടുത്തുന്ന പുരസ്കാരമാണ്. അത് 2022 ലഭിച്ചത് M മുകുന്ദനാണ്. തകഴി പുരസ്കാരം 2022 M മുകുന്ദൻ. കടമ്മനിട്ട പുരസ്കാരം 2023 ലഭിക്കുന്നത് പ്രഭാവർമ്മയ്ക്കാണ്. കടമ്മനിട്ട പുരസ്കാരം 2023 പ്രഭാവർമ്മ. കുറച്ച് ചോദ്യങ്ങളൂടി നോക്കാം. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായിട്ട് പ്രഥമ നിയമസഭാ ലൈബ്രറി പുരസ്കാരത്തിന് അർഹനായത് ടി പത്മനാഭൻ. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായിട്ട് പ്രഥമ നിയമസഭാ ലൈബ്രറി പുരസ്കാരത്തിന് അർഹനായത് ടി പത്മനാഭൻ. 2022 തപസ്യ കലാസാഹിത്യവേദിയുടെ അക്കിത്തം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്ക്. 2022 തപസ്യ കലാസാഹിത്യവേദിയുടെ അക്കിത്തം പുരസ്കാരം ശ്രീകുമാരൻ തമ്പി. 2022 EV കൃഷ്ണപിള്ള സ്മാരക സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? R സജീവ് കുമാറിനാണ്. EV കൃഷ്ണപിള്ള സ്മാരക സാഹിത്യ പുരസ്കാരം സജീവ് കുമാർ. യുവ എഴുത്തുകാർക്കുള്ള 2022 മലയാറ്റൂർ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? VK ദീപയ്ക്കാണ്. VK ദീപ. മലയാറ്റൂർ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 2022 16ാമത് മലയാറ്റൂർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ബെന്യാമിനാണ്. മലയാറ്റൂർ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 2022 16ാമത് മലയാറ്റൂർ അവാർഡ് ലഭിച്ചത് ബെന്യാമിനാണ്. ഓക്കെ ആണോ? അപ്പോൾ കുറച്ച് പുരസ്കാരങ്ങൾ നമ്മൾ പഠിച്ചു. ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം. അതിനു മുമ്പ് നമുക്കിപ്പോൾ പഠിച്ചതൊന്നുകൂടി പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്തിട്ട് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ കണ്ടു തീരുന്നതോടെ നിങ്ങളുടെ മനസ്സിൽ ഇതെല്ലാം ഓർമ്മയിലുണ്ടാകണം. നമുക്കിപ്പോൾ തന്നെ ഒരു റിവിഷൻ ഇത്രയും നേരം കണ്ടില്ല, എന്തായാലും ഒരു 5 മിനിറ്റ് കൂടി എടുക്കൂ. പെട്ടെന്ന് നമുക്ക് റിവൈസ് ചെയ്തിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. എഴുത്തച്ഛൻ പുരസ്കാരം 2020 പോൾ സക്കറിയ, 2021 P വത്സല, 2022 സേതുമാധവൻ, 2023 ഡോക്ടർ SK വസന്തൻ. എന്തായിരുന്നു നമ്മുടെ മെമ്മറി ട്രിക്ക്? അച്ഛൻ്റെ പ്രിയപ്പെട്ട വിഭവം വസന്ത സേതു വത്സല കറി. കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു ആരുടെ കൃതിയാണ്? ഡോക്ടർ SK വസന്തൻ്റെ കൃതിയാണ്. അതുപോലെ അപ്പൻ തമ്പുരാൻ ഒരു പഠനം, എൻ്റെ ഗ്രാമം എൻ്റെ ജനത ഒക്കെ ഓർത്തു വയ്ക്കണം. സേതുമാധവൻ്റെ ആത്മകഥ അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ എന്നതാണ്. 2020 അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ചിട്ടുണ്ട്. P വത്സല 2023 നവംബറിൽ അന്തരിച്ചു. നെല്ല് എന്ന കൃതിയിലൂടെയാണ് ശ്രദ്ധേയായത്. ആഗ്നേയം, ഗൗതമൻ, ചാവേറൊക്കെ പ്രധാനപ്പെട്ട കൃതികളാണ്. നിഴലുറങ്ങുന്ന വഴികൾ എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ P വത്സലയുടെ ഏത് നോവലിലെ കഥാപാത്രമാണ്? കുറുമാട്ടി നെല്ലിലെ കഥാപാത്രമാണ്. പോൾ സക്കറിയുടെ ഒരിടത്ത് ആർക്കറിയാം? ഭാസ്കര പട്ടേലൊരു എൻ്റെ ജീവിതവും സലാം അമേരിക്ക. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം നേടിയത് ശൂരനാട് കുഞ്ഞൻപിള്ള. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം നേടിയ വനിത ബാലാമണിയമ്മ. വള്ളത്തോൾ അവാർഡ് വള്ളത്തോൾ സാഹിത്യ സമിതിയാണ് ഏർപ്പെടുത്തുന്നത്. 2019 കോടന്ത വള്ളപ്പോൾ പോൾ സക്കറിയയ്ക്കാണ് ലഭിച്ചത്. വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തി പാലാ നാരായണൻ നായരാണ്. 1991 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ബാലാമണിയമ്മ. വയലാർ പുരസ്കാരം
നമ്മൾ പഠിച്ച കോഡെന്ന് വയലാറുള്ള ശ്രീകുമാർ ജീവനോടെ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ മീശ പിരിച്ച് ഹരീഷ് മാന്തല്ലൂരിലെ ബെന്യാമിൻ്റെ അടുത്തെത്തി. അപ്പോഴാണ് അറിയുന്നത് 7 വർഷം മുമ്പ് വെർജീനിയയ്ക്ക് പോയത്. അപ്പോൾ ഈ കഥ ഓർത്ത് വെച്ചിട്ട് വയലാർ പുരസ്കാരം ഒന്ന് പറഞ്ഞേ. 2023 ശ്രീകുമാരൻ തമ്പി ജീവിതം ഒരു പെൻഡുലം, 2022 എസ് ഹരീഷ് മീശ, 2021 ബെന്യാമിൻ മാന്തളിറിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ, 2020 ഏഴാച്ചേരി രാമചന്ദ്രൻ ഒരു വെർജീനിയൻ വെയിൽക്കാലം. ഓർത്തിരിക്കുമല്ലോ. വയലാർ പുരസ്കാരം ജല്ലിക്കെട്ട്, ചുരുളി, നൻപകൽ നേരത്തൊക്കെ എന്ന സിനിമകൾക്ക് തിരക്കഥ എഴുതിയത് എസ് ഹരീഷാണ്. വയലാർ പുരസ്കാരം ഓർമ്മയുണ്ടല്ലോ. ഓടക്കുഴൽ പുരസ്കാരം മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ സ്ഥാപിച്ച ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ് ഈ പുരസ്കാരം നൽകുന്നത്. കോഡ് എന്തായിരുന്നു? ബുധനാഴ്ച സാറയുടെ പ്രാണനായ ഓടക്കുഴൽ അംബിക എടുത്തുകൊണ്ടുപോയി മാംസഭോജിയായ ഗോപിക്ക് നൽകി. 2023 PN ഗോപികൃഷ്ണൻ കവിത മാംസഭോജിയാണ്. 2022 അംബികാസുധൻ മങ്ങാട് പ്രാണവായു, 2021 സാറ ജോസഫിന് ബുധനി എന്ന കൃതിക്ക്. ആദ്യമായിട്ട് പുരസ്കാരം നേടിയത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. ആദ്യമായിട്ട് ഓടക്കുഴൽ പുരസ്കാരം നേടുന്ന വനിതാ ലളിതാംബിക അന്തർജനമാണ്. പിന്നെ നമ്മൾ പഠിച്ചത് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം, സമ്മാനത്തുക 3 ലക്ഷം രൂപയാണ്. സക്കറിയ സേതു, കെ സച്ചിദാനന്ദൻ, UA ഖാദർ. കോഡ് എന്തായിരുന്നു? മാതൃഭൂമി UK. ഇനി പഠിച്ചത് ONV സാഹിത്യ അവാർഡാണ്. ONV കൾച്ചറൽ അക്കാദമിയാണ് ഈ അവാർഡുകൾ കൊടുക്കുന്നത്. ഇത് ഒരു ദേശീയ അവാർഡാണ്. കോഡ് എന്തായിരുന്നു? O സുഖവാസ, അക്കലീല, മുത്തുപത്മ, രാധാ റായി. ആർക്കൊക്കെയാണ് ലഭിച്ചത്? 2017 തൊട്ട് അങ്ങോട്ട് നമുക്ക് പറയാം. സുഗതകുമാരി, MT വാസുദേവൻ നായർ, അക്കിത്തം, M ലീലാവതി, വൈരമുത്തു, T പത്മനാഭൻ, C രാധാകൃഷ്ണൻ, പ്രതിഭ റായ്. വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം 2022 നോവൽ വിഭാഗം PF മാത്യൂസ് അടയാളപ്രേതം, കഥാവിഭാഗത്തിൽ VM ദേവദാസ് കാടിന് നടുക്കുരുമരം, യുവകഥാ വിഭാഗത്തിൽ VN നിതിൻ ചാച്ചൻ എന്ന കൃതിക്ക്. 2021 നോവൽ വിഭാഗത്തിൽ TD രാമകൃഷ്ണനാണ് ലഭിക്കുന്നത്. മാമ ആഫ്രിക്ക. കഥാസമാഹാരം അംബികാസുധൻ മങ്ങാട് ചിന്നമുണ്ടി. യുവകഥാ പുരസ്കാരം അർജുൻ അരവിന്ദ് ഇസഹ പുരാണം. ഇനി ജ്ഞാനപ്പാന പുരസ്കാരം ഗുരുവായൂർ ദേവസ്വം ബോർഡാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജ്ഞാനമധുജയായിരുന്നു നമ്മുടെ കോഡ്. 2023 പ്രൊഫസർ മധുസൂദനൻ നായർക്കും 2022 K ജയകുമാറിനും ലഭിച്ചു. പത്മപ്രഭ സാഹിത്യ പുരസ്കാരം 2023 സുഭാഷ് ചന്ദ്രന്. അതുപോലെ തന്നെ അക്ബർ കക്കട്ടിൽ പുരസ്കാരവും 2023 സുഭാഷ് ചന്ദ്രനാണ്, അദ്ദേഹത്തിൻ്റെ നോവലായ സമുദ്രശിലയ്ക്ക്. P കേശവദേവ് സാഹിത്യ പുരസ്കാരം 2023 ദേശമംഗലം രാമകൃഷ്ണൻ, 2022 PK രാജശേഖരൻ, 2021 തോമസ് ജേക്കബ്. മാധവ മുദ്ര പുരസ്കാരം 2022 ആലങ്കോട് ലീലാകൃഷ്ണൻ, 2021 പ്രൊഫസർ V മധുസൂദനൻ നായർ. തകഴി പുരസ്കാരം 2022 M മുകുന്ദൻ. കടമ്മനിട്ട പുരസ്കാരം 2023 പ്രഭാവർമ്മ. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായിട്ട് പ്രഥമ നിയമസഭാ ലൈബ്രറി പുരസ്കാരത്തിന് അർഹനായത് T പത്മനാഭൻ. 2022 തപസ്യ കലാസാഹിത്യ വേദിയുടെ അക്കിത്തം പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി. 2022 EV കൃഷ്ണപിള്ള സ്മാരക സാഹിത്യ പുരസ്കാരം ലഭിച്ചത് R സജീവ് കുമാർ. യുവ എഴുത്തുകാർക്കുള്ള 2022 മലയാറ്റൂർ പ്രൈസ് ലഭിച്ചത് VK ദീപ. മലയാറ്റൂർ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 2022 16ാമത് മലയാറ്റൂർ അവാർഡ് ലഭിച്ചത് ബെന്യാമിൻ. നിങ്ങൾക്ക് കോഡുകൾ ഉപകാരപ്പെട്ടു, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കോഡുകളൊക്കെ കൃത്യമായിട്ട് എഴുതിയെടുത്ത് പഠിക്കുക. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കോഡ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക. അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.